ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിതാ ഇന്നൊരു തിങ്കളാഴ്ച ദിവസം കേട്ടോ. നമ്മുടെ ഇറങ്ങിയത് ഇപ്പോൾ എത്ര മണിയായോ? 8:24. അപ്പം നമ്മൾ ഊബറും കാര്യങ്ങളും ഓണാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഓണാക്കിയിട്ട്. അപ്പോൾ നമ്മളെ ഷാഹിറുണ്ട് ഇവിടെ. നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, മുണ്ടമ്പാലത്ത്. ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ രാവിലെ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. അപ്പോൾ വിളിച്ചായിരുന്നു, അവിടെ ഉണ്ട്. അപ്പം നമ്മളെന്തായാലും റൂമിൽ നിന്ന് ചായ കുടിച്ചിട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത്, അല്ലെങ്കിൽ നമുക്ക് പോയി കുടിക്കായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് വരുന്നുണ്ട് ചോദിച്ചു. ഞാൻ എന്നാൽ വരാം, ട്രിപ്പ് അടിച്ചില്ലല്ലോ ചോദിച്ചു. ഇല്ല, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോയോക്കട്ടെ, അവിടെ ചെന്നിട്ട് ഓണാക്കട്ടോ. എന്തായാലും നമ്മളെന്തായാലും ചായ കുടിച്ചത്, ഓൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം മുന്നേ വിളിച്ചിട്ട് നമുക്ക് അവിടെ പോയി കുടിക്കാനും. അവൻ്റെ ഇപ്പോൾ സാറല്ല, നമ്മളിപ്പോൾ റൂമിൽ നിന്ന് കുടിക്കലാണ്. അതാണ് ഇന്നലെയൊക്കെ പുറത്തുനിന്ന് കുടിച്ചതെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പോയോക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഊബർ ഓണാക്കിയിട്ടില്ല. 8:20 എങ്ങനെയാവും, എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നറിയില്ല. ഇന്നലെ നമ്മൾ അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കിട്ടോ. ഇന്നും ഓടണം. ഷായർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, എടുക്കട്ടെ ഗായ്സ്. നമ്മൾ ഷായറിനുണ്ട് കേട്ടോ. ഷായറിനുണ്ട്, ഓടുണ്ട്. ഓണാക്കിയിട്ടില്ല ഊബർ. ഓടെ സംസാരിച്ചിരിക്കുക ചായക്കടക്കാരനായിട്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. ഒരു റോഷൻ കലൂർക്കാണ്. 10 കിലോമീറ്റർ അരമണിക്കൂർ കാണിച്ചത്. നല്ല ബ്ലോക്ക്, നല്ല സർജൻ ഇട്ടോ. ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 മാച്ച് വന്നു, നമ്മൾ എടുത്തില്ല. പിന്നെ ഒരു ട്രിപ്പ് വന്നു, അത് നമ്മൾ എടുത്തു. അത് കസ്റ്റമർ അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. അത് ഇനിയിപ്പോൾ എന്താണോ, ചെറിയ വണ്ടി കണ്ടിട്ട്. അപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു, വീണ്ടും ആ ട്രിപ്പ് അടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടി കിട്ടാനില്ല ഈ ടൈമിൽ, ബ്ലോക്കായിട്ട്. അപ്പോൾ ഞാനത് എടുത്തില്ല. അപ്പോൾ നമ്മൾ അക്സെപ്റ്റിംഗ് റേറ്റ് ഒന്ന് കുറഞ്ഞിട്ടോ. അതായത് കസ്റ്റമർ ഫസ്റ്റ് ക്യാൻസൽ ചെയ്ത് ആ ട്രിപ്പ് തന്നെ പിന്നെയും വന്നപ്പോൾ നമ്മൾ എടുത്തില്ല. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റൂമിൻ്റെ അടുത്താട്ടോ. നമ്മൾ 2 ട്രിപ്പ് ഓടിട്ടോ. ഫസ്റ്റ് ട്രിപ്പ് അത് ദേശാഭിമാനി റോഡിലേക്ക് 220 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 188 രൂപ നമുക്ക് കിട്ടിട്ടോ. ഓൺ ദ വേല തന്നെ ഒരു ട്രിപ്പ് അടിച്ച് നമ്മളെ റൂമിൻ്റെ ഇങ്ങോട്ട് തന്നെ. അതിന് 180 രൂപ ക്യാഷ് കളക്ട്, കസ്റ്റമർക്ക് പ്രൊമോഷൻ 266 രൂപ നമുക്ക് കിട്ടിട്ടോ. ഇതിന് 10 കിലോമീറ്റർ എടുത്ത് 188. ഇതിന് 7 കിലോമീറ്ററിന് 266. എന്ത് കണക്കാ അതൊക്കെ? ഇതിന് 32 മിനിറ്റും ഇത് 23 മിനിറ്റും, രണ്ടും അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അതേ സ്ഥലത്ത് നിന്നായിട്ടാ കിട്ടിയത്. ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടോ. 9:45 നമ്മൾ ഊബർ ഓഫ് ചെയ്ത് വെച്ച്. ഓണാക്കി എന്തായാലും ട്രിപ്പ് അടിക്കും, കാരണം നല്ല സർജ് കാണിക്കണ്ട എല്ലായിടത്തും. നമ്മളെ CNG 2 കട്ടുള്ളൂ. നമ്മളെ പഴയ റൂമിൻ്റെ അവിടെ ഫുൾ ഓൺ കാഫേൻ്റെ അടുത്തൊരു പമ്പുണ്ട്, CNG പമ്പുണ്ട്. അവിടെ പോയി CNG അടിച്ചിട്ട് ഞാൻ ഓണാക്കട്ടെ. അങ്ങോട്ട് പോയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നതിൽ ബ്ലോക്ക് കിട്ടിയില്ല, എല്ലാ ബ്ലോക്ക് കിട്ടിയില്ല. അങ്ങോട്ട് പോയാൽ നല്ല ബ്ലോക്ക് തന്നെയാണ്. നമ്മൾ ഷോർട്ടൊക്കെ കയറിപ്പോയി, എന്നാലും ബ്ലോക്കിൽ പെട്ടു. ഇങ്ങോട്ട് പോകുന്നതിൽ ഇപ്പോൾ വലിയ ബ്ലോക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഈ റോഡിനും ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ CNG പമ്പക്ക് പോകണടുത്ത് ഒന്നെങ്കിൽ ഇവിടെ പോകണം, അല്ലെങ്കിൽ പിന്നെ കളമശ്ശേരി പോകണം. കളമശ്ശേരി ഫാൽക്കൺ പമ്പ് പോകണം. നമുക്ക് ഇവിടെ പോകുന്നതാണ് നല്ലത്. കളമശ്ശേരി പോകണ്ട, ഇവിടെ പോയിട്ട് അടിക്കാം. ഇവിടെ നിന്നാകുമ്പോൾ ട്രിപ്പ് അടിച്ചോളും. ഗൈസ്, നമ്മൾ CNG അടിച്ചിട്ട് 632 രൂപയ്ക്ക് CNG അടിച്ച് ഫില്ലാക്കിന് കേട്ടോ. നമ്മൾ ഞാൻ എന്തായാലും ഊബർ ഓൺ ചെയ്യട്ടെ. ഊബർ ഓഫ് അല്ലേനു. ഊബർ ഓൺ ചെയ്യട്ടെ. 454 രൂപക്ക് നമ്മൾ ഏൺ ചെയ്തിട്ടോ 2 ട്രിപ്പ്. എന്തായാലും ഊബർ ഓൺ ചെയ്തിന് ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിച്ചിട്ട് കാണാം. അടിക്കുന്ന ട്രിപ്പ് മുഴുവൻ ബ്ലോക്കൊക്കെയാണല്ലോ. ഒരു ലിസി ഹോസ്പിറ്റൽ അടിച്ചിന് 27 മിനിറ്റ് കാണിക്കണേ. 7 കിലോമീറ്റർ ഓടാം. നമ്മളെന്തായാലും പോവാം, ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. പോയിട്ട് ഓക്കെ ആ ബ്ലോക്കൊക്കെ അപ്പം നമ്മൾ പോകണേ, പിക്ക് ചെയ്യാം. എന്തായാലും പോയാൽ കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള തൃപ്പൂണിത്തറ കേട്ടോ, കരിങ്ങാഞ്ചിറ. നമുക്ക് 5 ട്രിപ്പ് ഓടിയിട്ട് നമ്മൾ ടോട്ടൽ 5 ട്രിപ്പ് നമ്മൾ ഓടിയിട്ടുണ്ട്. നമുക്ക് ആ ട്രിപ്പ് ഉണ്ടല്ലോ, ഏത് ലിസി ഹോസ്പിറ്റൽ കിട്ടിയ, അതിന് 151 രൂപ കിട്ടിയിട്ടോ. 200 രൂപ ക്യാഷ് കളക്ട്. അത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു. അത് തോപ്പുംപടിയിലോട്ടായിരുന്നു. അത് 210 രൂപ ക്യാഷ് കളക്ട്, 173 രൂപ നമുക്ക് കിട്ടിയിട്ടോ. അതും ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓൺ ദ വേല ട്രിപ്പും കൂടെ അടിച്ചു. അത് ഇവിടെ തൃപ്പൂണിത്തറ പാസ്പോർട്ട് ഓഫീസിലോട്ടായിരുന്നു. 340 രൂപ ക്യാഷ് കളക്ട്, 228 രൂപ നമുക്ക് കിട്ടിയിട്ടോ. ടോട്ടൽ നമ്മളിന്ന് 5 ട്രിപ്പ് എടുത്തിട്ടോ. 5 ട്രിപ്പ് 1008 രൂപ ഏൺ ചെയ്തിട്ടോ. നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അത് 100 മീറ്റർ നമ്മളെ ഹിൽ പാലസിൻ്റെ അവിടെ നിന്നായിരുന്നു.
നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹിൽ പാലസിൻ്റെ അവിടെ ഇങ്ങനെ ഓടിച്ച് വന്നപ്പോൾ അടിച്ച ട്രിപ്പാണ്. പെരുമ്പാവൂരോ എന്തൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും പോയി നോക്കട്ടോ. ഡ്രോപ്പ് ചെയ്തിട്ട് പറയാം. കറക്റ്റ് നമ്മൾ നോക്കിയില്ല. കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മളെന്തായാലും നോക്കി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പറയാട്ടാ. നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് 220 രൂപ ക്യാഷ് കളക്ട് 194 രൂപ നമുക്ക് കിട്ടിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 ട്രിപ്പ് വന്നു. ഏതും കിട്ടില്ല. ഒരു വരാപ്പുഴ വന്നു, വേറെ അങ്ങോട്ടൊന്ന് വന്നു. ഇത് മെഡിക്കൽ ട്രസ്റ്റിലോട്ടായിരുന്നു കേട്ടോ. പെരുവണ്ണൂർ എന്തോണ് അതിൽ വന്നേ. പക്ഷെ ഞാൻ വായിച്ച പെരുമ്പാവൂരിനാ. ഏതായാലും 6 ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ 1203. നമുക്ക് ആ വരാപ്പുഴ ട്രിപ്പും കിട്ടിയില്ല കേട്ടോ. ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അവിടെ ഉണ്ട്. നമ്മളിവിടെ ഒതുക്കാൻ സ്ഥലം കിട്ടൂല. നമുക്ക് കുറച്ച് അവിടെ എവിടെയൊക്കെ പോയേക്കാം. ഒതുക്കാനാണ് ഇവിടെ സ്ഥലം കിട്ടാൻ പാട്. ട്രിപ്പ് കൂടെ അടിച്ചിട്ടോ. തൃപ്പൂണിത്തുറേക്കാണ് പിക്ക് ചെയ്യാൻ പോവാണ്. പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം എത്ര എങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ. നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് 200 രൂപ കസ്റ്റമർ കിട്ടും. 190 രൂപ ക്യാഷ് കളക്ട്, 200 രൂപ ഇട്ടു, 160 രൂപ നമുക്ക് കിട്ടിട്ടോ. അത് കഴിഞ്ഞ ട്രിപ്പ് അടിച്ചേ അത് വീണ്ടും ഒരു ട്രിപ്പ് വന്നു. അത് കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തിട്ടോ. ആ ട്രിപ്പ് എന്താ പിക്കപ്പ് കൂടുതലാണോ എന്നറിയില്ല. ഒരു 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായി. കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്യും. നമുക്കിപ്പോൾ ട്രിപ്പ് വന്നിട്ടോ 102 രൂപേൻ്റെ കിട്ടുമോ കിട്ടിയില്ല. അടുത്ത ട്രിപ്പ് വരട്ടെ വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഒരു ട്രിപ്പും കൂടി ഓടിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിരിക്കുക. ഇവിടെ എവിടെയോ ഞാൻ അങ്ങനെ നോക്കി ഹോട്ടലുകളൊന്നും കണ്ടില്ല. ഒരു ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ പോയി ഫുഡ് കഴിക്കാം. നമ്മൾ അപ്പം തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. ഒരു പ്രവീണ് എങ്ങോട്ടോ നോക്കിയില്ല. 2 കിലോമീറ്റർ പിക്കപ്പ്. നമ്മളത് പോയി എടുക്കാൻ പോവാ കേട്ടോ. ഇന്ന് ട്രിപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കിട്ടണൊക്കെ ചെറിയ ട്രിപ്പ് കുഴപ്പമില്ല. നമുക്ക് ട്രിപ്പ് അടിച്ചാൽ മതി. ട്രിപ്പ് എങ്ങനെ അടിച്ചാൽ മതി നിൽക്കാതെ. നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഈ ട്രിപ്പ് എടുത്തോട്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഊബർ നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ഫസ്റ്റ് പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞ് പരിപാടിയുള്ളൂ. ഇപ്പം തന്നെ 1:30 മണിയായി. ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ സീനാണ്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് എടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് 137 രൂപ നമുക്ക് കിട്ടിട്ടോ. 170 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. അപ്പം നമ്മൾ ടോട്ടൽ 8 ട്രിപ്പ് ഓടിട്ടോ. 8 ട്രിപ്പ് 1501 രൂപക്ക് ഓടിട്ടൊന്ന്. അപ്പം നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ. ഫുഡ് കഴിക്കട്ടെ ഗായ്സ്. നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. നമ്മൾ ഊബർ ഓൺ ആക്കിട്ടോ. നമ്മൾ ഇതുവരെ ഏൺ ചെയ്തത് ഊബർ ഓണോ 1501 രൂപ കേട്ടോ. 8 ട്രിപ്പ് എടുത്തിട്ടോ. ഇനി എന്തായാലും നമ്മൾ ഊബറും കാര്യങ്ങളും ഓൺ ആക്കട്ടോ. ഊബർ ഓൺ ആക്കിട്ടോ. ട്രിപ്പ് അടിക്കട്ടെ. നമ്മളിപ്പോൾ വൈറ്റിലായിട്ടല്ലേ. വൈറ്റില ഹബിൻ്റെ ഒക്കെ അടുത്താണ്. നമ്മളെന്തായാലും ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോവും. നമ്മളെ മമ്മൂട്ടിയുടെ വീട് ഇവിടെ കേട്ടോ. വൈറ്റിലായിട്ടോ. എവിടെയാണെന്ന് കറക്റ്റ് എനിക്കല്ല. ഞാൻ ഒരു തവണ രാത്രി അങ്ങോട്ട് ട്രിപ്പ് പോയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇതുപോലെ ഒരു ദിവസം പോയപ്പോൾ കണ്ടേ. നമുക്ക് ആ റൂട്ടിലൊന്ന് ജസ്റ്റ് പോയേക്കാം. ഞാൻ വിചാരിച്ച റൂട്ടുണ്ട്. അതന്നെയാണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് പോയേക്കാം. അതിൻ്റെ ഇടയിൽ ട്രിപ്പ് അടിച്ചാൽ എടുത്ത് ഓടിട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ അവിടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ പോയി വരാം. ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരാം. വല്ല മമ്മൂട്ടിനെ ദുൽഖറിനെ കാണാൻ കഴിയുകയാണെങ്കിൽ ഒരു ലക്ക്. ഏതായാലും ജസ്റ്റ് അതിലൊക്കെ പോയിക്കോട്ടോ. വൈറ്റില നമ്മൾ സൗത്ത് പോണ റോട്ടിൽ എവിടെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ ഒരു തവണ പോയിട്ടുള്ളൂ. അങ്ങനെ പോയി നോക്കുമ്പോൾ ചിലപ്പോൾ ആ റോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ്. അപ്പം എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടോ. ട്രിപ്പ് അടിച്ചിട്ടോ കച്ചേരിപ്പടിയിലോട്ട് 115 രൂപ ഉണ്ട്. സാഹിറ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പം നമ്മൾ മമ്മൂക്കാനെ കാണാൻ പോലെ ക്യാൻസൽ ചെയ്തു. നമുക്ക് ട്രിപ്പ് അടിച്ചു. നമുക്ക് വേറെ ദിവസം പോവാം. എന്തായാലും അതിനായിട്ട് ഇറങ്ങാം. ഇത് നമ്മൾ ഊബർ ഓൺ ചെയ്തോണ്ടേ ട്രിപ്പ് അടിച്ചു. ഊബർ ഓഫ് ചെയ്ത് പോവാണെങ്കിൽ കുഴപ്പമില്ല. ഈ ട്രിപ്പ് എടുത്ത് ക്ലോസ് ചെയ്യട്ടെ. മമ്മൂക്കാനെ പിന്നെയും കാണാമല്ലോ. മമ്മൂക്കാനെ ഉണ്ടാവും. ഗായ്സ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ട്രിപ്പ് കൂടെ അടിച്ചു. നമ്മൾ ആ ട്രിപ്പിന് 150 രൂപ ക്യാഷ് കളക്ട്, 110 രൂപ നമുക്ക് കിട്ടിട്ടോ. പിന്നെ ഒരു ട്രിപ്പ് കൂടെ അടിച്ച് ബ്രോഡ്വേന്ന്. പടച്ച തമ്പുരാനെ ബ്രോഡ്വേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കസ്റ്റമർ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി പെട്ട് അവിടെ തിരിച്ചാനും മറിച്ചാനും സ്ഥലം കിട്ടൂല വണ്ടി കയറ്റിയ. ഏതായാലും കസ്റ്റമറെ കൊണ്ടുവന്ന് മുളക് കാടുണ്ട്. അപ്പോൾ കണ്ടെയ്നർ റോഡ് വഴി പോകണ്ട. ഇവിടെ ചെറിയൊരു സർവീസ് റോഡിൽ ഷോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ റോട്ടിൽ പോകുന്നു.
അതിൽ 192 രൂപ ക്യാഷ് കളക്ട് കിട്ടോ. 162 രൂപ നമുക്ക് കിട്ടിട്ടോ. റോഡ് ഇപ്പം കുറച്ച് ഇവിടെ ഇങ്ങനെ മോശമാണ്, പിന്നെ അങ്ങോട്ട് കട്ട വെച്ച റോഡാട്ടോ. പക്ഷെ ഭയങ്കര ടൈം എടുത്തിന് ഈ ട്രിപ്പിന്. 27 മിനിറ്റ് 7 കിലോമീറ്റർ ഓടാം. ട്രിപ്പ് അടിച്ചിട്ടോ. എന്താ പേര്? കെൽവിൻ ബോട്ട് ചെട്ടിട്ടോ. മുളവുകാട് ബോട്ട് ചെട്ടിന്ന് 2.5 കിലോമീറ്റർ പിക്കപ്പ്. ഇപ്പം നമ്മളിങ്ങനെ നോക്കാം എവിടെ പോകണം നോക്കുമ്പോൾ. ഓക്കെ അത് കണ്ടെയ്നർ റോഡ് ഇവിടെ വരുന്നത്. കണ്ടെയ്നർ റോഡ് ഇപ്പോൾ റൈറ്റ് സൈഡിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. മാപ്പിൽ ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പം നമ്മൾ ബാക്കൊക്കെ പോകണ്ടേ. ഓക്കെ, അപ്പം നമ്മൾ കെൽവിനെ പോയി പിക്ക് ചെയ്തിട്ടോ. പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നഷ്ട ട്രിപ്പാണ് കയറുന്നത്. ഇത് ചാടി എപ്പോൾ എത്താനാ അവിടെ? നഷ്ട ട്രിപ്പ്, ഒന്നും ആലോചിച്ചല്ല. ഇനി എപ്പോൾ എത്താനെന്നൊക്കെ ചാടി അല്ല. നമുക്ക് ആ വണ്ടി വന്ന അവിടുന്ന് ആ റോഡിനോട് പോലെ എന്തായാലും പോയോക്കട്ടെ. ഇത് ഇനി എപ്പോൾ അവിടെ എത്താനാണ് എൻ്റെ റബ്ബേ. നല്ല പെടൽ പോയിട്ടോ ഈ ട്രിപ്പ്. ഇനിയും വരാൻ പറഞ്ഞു ഉള്ളിലേക്ക്. ഇത് റോഡില്ലതില്ലേ, റോഡ് തീർന്ന് പടച്ച തമ്പുരാനേ. എത്താണോ പോയോക്കട്ടെ. ഏതായാലും കുടുങ്ങുകയാണെങ്കിൽ അവിടെ കുടുങ്ങും. രക്ഷപ്പെടുവോക്കട്ടെ. അവിടുന്ന് ഞാൻ ഇപ്പൊ വിളിച്ച് ഇതിലെ റോഡൊന്നും കാണില്ലല്ലോ പറഞ്ഞു കസ്റ്റമർക്ക്. നേരെ പോരെ, നേരെ അറ്റം പോര് പറഞ്ഞു. അവിടെ കുറച്ച് ടീം നിൽക്കണേക്കോ അവരൊക്കെ കേട്ടോ. ഒന്ന് തിരിക്കാൻ കഴിയോക്കട്ടെ. അവിടെ കുറച്ച് ടീം നിൽക്കുന്നുണ്ട്. ഏതായാലും തിരിക്കാൻ കഴിയോക്കട്ടെ അവിടെ പോയിട്ട്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ള വൈറ്റിലാട്ടോ. വൈറ്റില ഹൈവേയില് നേരെ താഴെയായിട്ട് എടുക്കുന്നത്. നമുക്ക് നേരത്തെ അടിച്ച ട്രിപ്പ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് അത് നമ്മൾ മുളവുകാട് നിന്ന് നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് ഇരുന്നിട്ടോ. അത് നമ്മൾ കണ്ടെയ്നർ റോഡ് വഴി പോന്നിട്ടോ. എനിക്ക് അതിൽ പോന്നാൽ മതി, മറ്റേലൂടെ റോഡ് മോശമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പോകുന്നത്. അത് കഴിഞ്ഞ് ലൂർദ് ഹോസ്പിറ്റലിന് നമുക്ക് ഇവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലോട്ടൊരു ട്രിപ്പ് അടിച്ചിട്ടോ. 29 മിനിറ്റ് 9 കിലോമീറ്ററിന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടെയ്നർ റോഡ് ആ മുളവുകാട് നിന്ന് കിട്ടിയ ട്രിപ്പ് ഉണ്ടല്ലോ, കണ്ടെയ്നർ റോഡ് വഴിയാണല്ലോ പോകുന്നത് നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിലേക്ക്. അതെന്താ വെച്ചാൽ നമ്മൾ കണ്ടെയ്നർ റോഡ് കയറി ഒരു 500 മീറ്റർ പോയപ്പോൾ നമ്മൾ സ്പീഡാണോ എന്ന് അറിയില്ല. നമ്മളെന്തായാലും നല്ല സ്പീഡ് പോയിട്ടുമില്ല. ഒരു 60-65 അപ്പം കൊടുത്തിട്ട് അപ്പം ഒരു 500 മീറ്റർ പോയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഉണ്ട് MVD ഉണ്ട്, ക്യാമറ പിടിച്ചവിടെ നിൽക്കണ്. കറക്റ്റ് ക്യാമറ പിടിച്ച് റോഡിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് കുടുങ്ങി. ഞാൻ കുറേ ആലോചിച്ച് പെട്ടണല്ലേ. ഇനിയിപ്പോൾ എന്തായാലും മുതലാളിക്ക് മെസ്സേജ് അയച്ച് നോക്കണം വല്ല ഫൈനും വീണോ. കാരണം ഇവര് ക്യാമറ തൂണിൽ ചാരി അങ്ങനെ എടുക്കുന്നുണ്ട് അവിടെ ഇത്രതാണ്ട്. നല്ല രസം. കുടുങ്ങിയില്ലേക്കും 150 റുപ്യ ഓട്ടത്തിന് 2000 പോലേക്കും. നോക്കട്ടെ എന്തായാലും. മുതലാളി മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ മുതലാളി പറയേണ്ടതാണ്. മുതലാളി ഒന്നും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. അതിൻ്റെ അടുക്ക് വൈറ്റിലെന്ന് ട്രിപ്പ് അടിച്ചിട്ടു എടപ്പള്ളിയിലോട്ട്. 220 രൂപ ക്യാഷ് കളക്ട്, 192 രൂപ നമുക്ക് കിട്ടിട്ടോ. നമ്മളിപ്പോൾ ടോട്ടൽ 13 ട്രിപ്പ് ഇട്ടോ. 2321 രൂപ ഒക്കെ ഏൺ ചെയ്തിട്ടോ. ഇന്നലെ നമ്മൾ 13 ട്രിപ്പ് ഇന്നലെ എടുത്ത് സെയിം 13 രൂപ. പക്ഷെ 3410 രൂപ ഒക്കെ ഏൺ ചെയ്തിട്ടുള്ളൂ. ഏൺ ചെയ്ത് ഇന്ന് കുറവാണ് ഏൺ ചെയ്ത്. പക്ഷെ 13 ട്രിപ്പ് എടുത്തു. ട്രിപ്പ് കൂടെ അടിച്ചിട്ടോ. എന്താ പേര്? നസിയ, കൊല്ലം കുടിമുകൾ. നമ്മളെ റൂമിൻ്റെ അങ്ങോട്ട് കേട്ടോ. എന്തായാലും പോയി എടുക്കട്ടെ. 3 മിനിറ്റ് 2 മിനിറ്റ് 350 മീറ്റർ. ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. എന്തായാലും നമ്മൾ പോയി പിക്ക് ചെയ്തിട്ടോ. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ 108 രൂപ 110 രൂപ കസ്റ്റമർ ഇട്ടിട്ടോ. 130 രൂപ ഊബർ നമുക്ക് തന്നെ. കസ്റ്റമർക്ക് എന്തോ പ്രൊമോഷൻ ഉണ്ടായിന്. നമ്മളിന്ന് ടോട്ടൽ 14 ട്രിപ്പ് 2452 കേട്ടോ. അപ്പോൾ 2500 ടിപ്പൊക്കെ കൂട്ടിയിട്ട് 52 അല്ലേ. ഇപ്പോൾ 10 രൂപ ടിപ്പും 2500 രൂപ കൂടിയിട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്തിട്ടോ. നമുക്ക് ഇനി ഡ്രൈവിംഗ് ടൈം എത്ര ടൈം ഉണ്ടാവട്ടെ. ഇനി 5 മണിക്കൂർ ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ CNG 3 ഘട്ടമുണ്ട്, പക്ഷെ നമ്മൾ അടിച്ചിട്ടില്ല. ഊബർ ഓഫ് ചെയ്തിട്ട്. ഇതെന്താ പ്രശ്നം വെച്ചാൽ കറക്റ്റ് നമ്മളെ റൂമിൻ്റെ ഒരു 300 മീറ്റർ അപ്പുറം, 300 മാക്സിമം ആയ 500 മീറ്റർ നമ്മളിപ്പോൾ വന്നത്. ഇവിടുന്ന് ഇപ്പം നമ്മൾ ഓണാക്കി
പോയാൽ ഒന്നെങ്കിൽ ഇനി ട്രിപ്പ് എടുക്കണേ, ഒരു ട്രിപ്പ് 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ എടുക്കാം, 3 ട്രിപ്പ് എടുക്കാം. പിന്നെ CNG അടിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ റൂമൊക്കെ എപ്പോഴും എത്തുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പം കറക്റ്റ് ടൈമാണ് 7 മണിയോ 6:30 ആയിട്ടുള്ളൂ. നമ്മൾ വേണമെങ്കിൽ ഇപ്പോഴും നിർത്താം. നമ്മൾ റൂമിൽ പോകുന്ന നിർത്തിഞ്ഞ് ഇറങ്ങണില്ല. റൂമിൻ്റെ അടുത്തേക്ക് എത്തിയാൽ പിന്നെ മടിയാ ഓടാൻ. നമ്മൾ ഫുഡ് കഴിച്ചില്ല, 6:30 മണി ആയിട്ടുള്ളൂ. ഇപ്പം എന്തായാലും കഴിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ റൂമിൽ പോവാം. റൂമിൽ പോയിട്ട് ഇന്നത്തെ പരിപാടി നിർത്തി നമ്മൾ ഷാഹിറിനൊക്കെ വിളിച്ചു നോക്കട്ടെ, എന്താണ് എവിടെയാന്നൊക്കെ ചോദിച്ചു നോക്കട്ടെ. നേരത്തെ നോക്കുമ്പോൾ ഓന് പൈപ്പിൻ ഭാഗത്താട്ടോ ഓനെ കണ്ട്. ഇപ്പോൾ ഇവിടെ അറിയില്ല, എന്തായാലും വിളിച്ചോട്ടെ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് ഇറങ്ങി നമ്മളെ റൂമിലേക്ക് പോവാട്ടോ. അത്രയും അടുത്താണ് ഇപ്പം നമ്മൾ ട്രിപ്പ് വന്ന്. വെറുതെ എന്തിനാ ഊബർ ഓണാക്കി, ഇനി വല്ല ഏതേം കുതാമൊക്കെ നമുക്ക് ട്രിപ്പ് അടിച്ച. അപ്പൊ പിന്നെ നമുക്ക് ആകെ ചടക്കും, CNG അടിക്കും, കയ്യിലെ പൈസയും ചിലവും, ഇങ്ങോട്ട് കാലടിച്ച് പോരും വേണ്ടി വരും. അത് വേണ്ട, ഇന്നത്തെ പരിപാടി നിർത്തി. ഇന്നലെ കുറേ നേരം വൈകില്ല, ഇന്ന് എന്തായാലും 6:30 മണിയല്ലേ ആയിട്ടുള്ളൂ. അത് നേരെ പോയി കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ, ഒന്ന് ഫുഡ് കഴിക്കാൻ. ഇപ്പം 6:30 മണി ആയിട്ടുള്ളൂ കേട്ടോ, 6:40 വൈകുന്നേരം 6:40 ആയിട്ടുള്ളൂ. നമ്മൾ റൂമിലെത്തി. ഇന്നത്തെ പരിപാടി നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഓടാം, പക്ഷേ റൂമിൻ്റെ അടുത്ത് കിട്ടിയാൽ പിന്നെ മടിയായി. നാളെ രാവിലെ ഇറങ്ങാം. എന്തായാലും ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി. നമ്മളിന്ന് ടോട്ടൽ ഏൺ ചെയ്ത് 2452 രൂപ കേട്ടോ, 2500 രൂപ ടിപ്പൊക്കെ കൂട്ടിയിട്ട് 2500 രൂപ. ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 രൂപ ടിപ്പുണ്ട്. നേരത്തെ അതിൻ്റെ ഇടയിൽ കൂടെ ടിപ്പ് കിട്ടി. ഇന്ന് നമ്മൾ ഓടിയ മൊത്തം ചെറിയ ഓട്ടം കേട്ടോ, 130, 170, 160, 150, 100 ഒക്കെ 100ൻ്റെ ട്രിപ്പുകൾ മാത്രമായിട്ട് ഇന്ന് നമ്മൾ ഓടിയ. വലിയ ട്രിപ്പുകളൊന്നും ഓടിയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നമ്മളിനി എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം. നേരത്തെ വന്നല്ലേ, പുറത്തൊക്കെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താം കേട്ടോ. നാളെ നമ്മൾ നേരത്തെ ഇറങ്ങണതാണ്. നാളെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.